ലോ മിനിസ്റ്റർ. യെസ് സാർ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണ് സാർ. സാർ, ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ മേധാവിനുമുള്ള മറുപടിയാണ് സാർ. സാർ, ഹൈക്കോടതി പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു, കേൾക്കണെങ്കിൽ. യെസ് മിനിസ്റ്റർ പറഞ്ഞു. had in its earlier order made it abundantly clear that the officers constituting the SIT shall be directly answerable to this court and that the investigation shall be conducted with the highest degree of discretion, integrity and confidentiality without divulging any information to the public or media. Sir, ഹൈക്കോടതി പറഞ്ഞത് ഈ അന്വേഷണം പൂർണ്ണമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. പൂർണ്ണമായിട്ട് ഇന്റഗ്രിറ്റി ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യലിറ്റി ഉണ്ട്. ഹൈക്കോടതിക്കല്ലാതെ വേറൊരാൾക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യുമില്ല എന്നാണ് ഹൈക്കോടതി വിധിക്കകത്ത് പറയുന്നത് സാർ. ഇതുകൂടാതെ ഹൈക്കോടതി പറഞ്ഞു, വി ആർ ഇൻഫോംഡ് ദാറ്റ് നോ ഇൻഫർമേഷൻ ഈസ് ബീങ് പാസ്ഡ് ബൈ SIT ടു എനി ഔട്ട്സൈഡർ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് കെപ്റ്റ് ഹൈലി കോൺഫിഡൻഷ്യൽ. സാർ, ഹൈക്കോടതി പിന്നെ പറയുകയാണ്, സാർ, ഇങ്ങനെയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഡിസ്പൈറ്റ് സച്ച് ക്ലിയർ ഡയറക്ഷൻസ് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് the SIT is presently being subjected to unwarranted pressure. സാർ, ഇങ്ങനെയെല്ലാം സത്യസന്ധമാണ് ഈ അന്വേഷണം. ഞങ്ങളല്ലാതെ മറ്റാരും ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നില്ല. ഈ അന്വേഷണം അങ്ങേയറ്റം കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും സാർ ചിലര് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹൈക്കോടതി തന്നെ പറയുകയാണ് സാർ. മിസ്ലീഡിംഗ്, speculative and unfounded reports aired through sections of the mainstream media as well as social media platforms. സാർ, തെറ്റായ കാര്യങ്ങൾ, വഴിതിരിച്ചു വിടുന്ന കാര്യങ്ങൾ, അതുവഴി അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഹൈക്കോടതി പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചാണ് സാർ. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പിന്നീട് പറയുന്നു, certain narratives. ബഹുമാനായ പ്രതിപക്ഷ മേധാവ് മീഡിയയോട് പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നരേറ്റീവാണ് വർക്ക് ചെയ്യുന്നത്. ആ നരേറ്റീവ് എന്തായിരുന്നു സാർ? കൃത്യമായി സൃഷ്ടിച്ചതാണ്. ഹൈക്കോടതി പറയുന്നു, certain narratives appear to have been deliberately crafted. തെറ്റായി വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ആര് സൃഷ്ടിക്കുന്നു സാർ? ഹൈക്കോടതി പറയുന്നു, പ്രതിപക്ഷം ബോധപൂർവം സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടി? അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ സാർ. പിന്നെ പറയുന്നു, സാർ, മേക്കിംഗ് ബേസ്ലെസ് ഇംപ്യൂട്ടേഷൻസ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിന് ഇവർ ഉന്നയിക്കുന്നു. പിന്നീട് പറയുകയാണ് സാർ, ബഹുമാനായ പ്രതിപക്ഷ മേധാവ് പറയുകയുണ്ടായല്ലോ, ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനകത്ത് തിരികെ കയറ്റാൻ ശ്രമിച്ചു. എന്തിനു വേണ്ടി തിരികെ കയറ്റാൻ ശ്രമിച്ചു? അദ്ദേഹം പറഞ്ഞു, വിവരങ്ങൾ ചോർത്തി കിട്ടാൻ വേണ്ടിയാണ്. എന്താ ഹൈക്കോടതി പറയുന്നു സാർ? അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു, inclusion of 2 additional officers in the team. It is stated that objections were raised from certain quarters. ചില മേഖലകളിൽ നിന്ന് എതിർപ്പുകൾ ഉന്നയിക്കപ്പെട്ടു. അവിടെ നിന്ന്, അങ്ങിൽ നിന്ന്, പ്രതിപക്ഷ മേധാവിൽ നിന്ന് എതിർപ്പുകൾ ഉന്നയിക്കപ്പെട്ടു. കോടതി പറയുന്നു, it is however reported that the officers concerned are competent, trustworthy and industrious. അവർ അങ്ങേയറ്റ സത്യസന്ധരും അതേപോലെ കഴിവുള്ളവരും ഈ അന്വേഷണത്തിന്റെ അവിഭാജ്യമായ ഭാഗമാകേണ്ടിയിരുന്നവരാണ്. അവർക്കെതിരെയാണ് പ്രതിപക്ഷ മേധാവ് തെറ്റായ ആരോപണം ഉന്നയിച്ച് സമ്മർദ്ദത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചത് എന്ന് ഹൈക്കോടതി പറയുകയാണ് സാർ. സാർ, യഥാർത്ഥത്തിൽ നാം അറിയണം സാർ, ഇവര് പറഞ്ഞ് സ്വർണ്ണ കേസ് എങ്ങനെ വന്നു സാർ? ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ പശ്ചാത്തലത്തിൽ സ്വർണം കാണാനില്ല എന്ന പരാതി പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നത് ആര്? പ്രതിപക്ഷമാണോ? പ്രതിപക്ഷത്തിന് വേണ്ടി ആദ്യമായി സ്വർണം കാണാനില്ല എന്ന പരാതി കൊണ്ടുവരുന്ന ആളുടെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അല്ലാതെ പോലീസല്ല കൊണ്ടുവന്നത്, ഗവൺമെന്റ് അല്ല കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അവരെ അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ മേധാവ് പറഞ്ഞു, ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സാർ, സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനറും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, സ്വർണത്തിന്റെ ഭാഗം കാണാനില്ല. പ്രതിപക്ഷം പിന്തുണച്ചു. എവിടെ നിന്ന് കിട്ടി സാർ സ്വർണത്തിന്റെ ഭാഗം?
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേരളത്തിലെ പോലീസ് പിടിച്ചെടുത്തപ്പോ അതിന്റെ ആദ്യത്തെ മഞ്ഞുമലയുടെ മുകൾ വശം അപ്രത്യക്ഷമായി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? സാർ, ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള സ്വർണ്ണക്കൊടി മരം ചിതറി പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ. അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസത്തോട് പറഞ്ഞു, നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറയാണ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കും ഒരാൾ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. അദ്ദേഹം വളരെ സത്യസന്ധമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു, അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.